മറ്റൊരാളുടെ കോൾ ഹിസ്റ്ററി എങ്ങനെ എടുക്കാം, അവരുടെ ഡാറ്റാസ് എങ്ങനെ നമ്മുടെ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ അവരുടെ കോളുകൾ എങ്ങനെ നമുക്ക് കേൾക്കാം എന്നൊക്കെ സെർച്ച് ചെയ്യുന്നവരിൽ പെട്ടവരാണ് നമ്മളിൽ പലരും. അപ്പോൾ ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് യൂട്യൂബിലാവട്ടെ അല്ലെങ്കിൽ ഗൂഗിളിലാവട്ടെ എല്ലാത്തിലും നമുക്ക് ഒരുപാട് വീഡിയോസും ഒരുപാട് ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. പക്ഷേ അതൊന്നും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുവരെ ആയിട്ട് ഒരാളുടെ കോൾ ഹിസ്റ്ററീസോ അല്ലെങ്കിൽ അവരുടെ ഡാറ്റാസോ അല്ലെങ്കിൽ അവർ കോൾ ചെയ്യുന്നത് കേൾക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതൊന്നും 100% സക്സസ്ഫുൾ അല്ല. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്താൽ നമ്മുടെ കോള് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണുകൾ ടാപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യാറ്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യുകയാണ് ചെയ്യാറ്. കാരണം ഇങ്ങനെയുള്ളവർ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയും അത് യൂസ് ചെയ്യുകയും ചെയ്യും. അത് ഈ ഒരു ഹാക്കറിനാവട്ടെ അല്ലെങ്കിൽ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് പൊതുവെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഒരുപാട് കൂടുതലാണ്. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഓരോ നെറ്റ്വർക്ക് കമ്പനികളാവട്ടെ, ഐഡിയ ആണെങ്കിലും വോഡാഫോൺ ആണെന്നുണ്ടെങ്കിലും എയർടെൽ ആണെന്നുണ്ടെങ്കിലും ഏത് നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഇതിൻ്റെ മുൻപന്തിയിലുള്ള ട്രായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡ് തന്നെയുണ്ട്. അവർ കൊടുക്കുന്ന ഓരോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ കോൾ ഹിസ്റ്ററി ആയാലും അല്ലെങ്കിൽ മറ്റുള്ള എന്ത് ഡാറ്റാസ് ആയാലും ആർക്കാണെന്നുണ്ടെങ്കിലും കൈമാറാൻ പറ്റുള്ളൂ. ഇപ്പോൾ പോലീസിനായി കഴിഞ്ഞാലും അവർക്ക് FIR രജിസ്റ്റർ ചെയ്താൽ മാത്രമേ സൈബർ സെല്ലിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള എവിടെ നിന്നായി കഴിഞ്ഞാലും അപ്രൂവൽ കിട്ടുകയുള്ളൂ. ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു സംഭവം ഒരിക്കലും ഒരു ആപ്ലിക്കേഷനിലൂടെ ഒരു വെബ്സൈറ്റിനോ അല്ലെങ്കിൽ വളരെ 2-3 ക്ലിക്കുകൾ കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കോൾ ഹിസ്റ്ററീസ് എടുക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യുക. ഇനി അത് അഥവാ നിങ്ങൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ഫലം അതുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് കോൾ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ മെസ്സേജിലൂടെയും ഒക്കെ നമ്മളോട് ചോദിക്കുന്നതാണ് എങ്ങനെ മറ്റൊരാളുടെ കോൾ ഹിസ്റ്ററി എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ എൻ്റെ സ്വന്തം ഫോണിലെ കോൾ ഹിസ്റ്ററീസ് എടുക്കാം എന്നുള്ളതൊക്കെ പലരും ചോദിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. കാരണം മറ്റൊരാളുടെ കോൾ ഹിസ്റ്ററി എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തിൽ ചോദിക്കുന്ന ഒരുപാട് പെർമിഷൻസ് ഉണ്ടാവും, ടേംസ് ആൻഡ് കണ്ടീഷൻസും പെർമിഷൻസും ഉണ്ടാവും. അത് നമ്മൾ ആരും വായിക്കാതെ ഓക്കെ ചെയ്തിട്ട് പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് 1-2 ടേംസ് ആൻഡ് കണ്ടീഷൻസും നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. എന്താണ് അതിൽ കൊടുത്തിരിക്കുന്നത്, നമ്മുടെ മൊബൈൽ ഫോണുകൾ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചിട്ടുണ്ടോ, നമ്മുടെ ക്യാമറാസ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചിട്ടുണ്ടോ, കോൾ ഹിസ്റ്ററീസ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചിട്ടുണ്ടോ. ഇങ്ങനെയുള്ള പെർമിഷൻസ് ഒക്കെ നമ്മൾ ഒറ്റ ക്ലിക്കിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ മറ്റുള്ളവരുടെ ഡാറ്റാസ് എല്ലാവർക്കും നമുക്ക് ചോർത്താൻ സാധിക്കുന്നത് നമ്മുടെ ഡാറ്റാസ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ നിങ്ങൾ അറിയിച്ചു കൊടുക്കുക. നമ്മുടെയൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള സിമ്മിൻ്റെ കോൾ ഹിസ്റ്ററി വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അത് ജെന്യൂനായിട്ട് തന്നെ ഓരോ നെറ്റ്വർക്കും നമുക്ക് അതാത് ഫോർമാറ്റുകൾ നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അത് കണ്ടുകൊണ്ട് നമ്മുടെ സ്വന്തം ഫോണിലെ അല്ലെങ്കിൽ സ്വന്തം സിമ്മിലെ കോൾ ഹിസ്റ്ററീസ് വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ജെന്യുവൻ ആണോ അല്ലെങ്കിൽ അത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ 2-3 പേരോടെങ്കിലും ചോദിക്കുക ഇത് പോസിബിൾ ആണോ എന്നുള്ളതും കൂടി ചോദിക്കുക. അതാത് ഓഫീസുകളുടെ ടോൾ-ഫ്രീ നമ്പേഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ കമ്പനീസും. അവർക്ക് ജസ്റ്റ് വിളിച്ച് നോക്കുക, ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കോൾ ഹിസ്റ്ററി എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു സബ്ജക്റ്റ് മാത്രമല്ല ഏത് സബ്ജക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. നമുക്ക് മറ്റൊരാളുടെ കോൾ ഹിസ്റ്ററി അത്രയും പെട്ടെന്ന് എടുക്കാൻ പോസിബിൾ അല്ല. അതിന് അതാത് പ്രൂഫുകളും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരും ഇത് ചിലപ്പോൾ സെർച്ച് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.